നേരത്തെ യുവനടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം റിമാൻഡിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. യുവനടി നൽകിയ പരാതിയിന്മേലാണ് അറസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ പോലീസ് ഹാജരാക്കി. ഇപ്പോൾ അദ്ദേഹം റിമാൻഡിലേക്ക് പോവുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ചോദിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ എറണാകുളം സബ് ജയിലിലേക്ക് അദ്ദേഹത്തെ മാറ്റുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 14 ദിവസത്തെ റിമാൻഡാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. 14 ദിവസത്തെ റിമാൻഡിലേക്ക് രഞ്ജിത്ത് സംവിധായകൻ പോവുകയാണ്. നേരത്തെ വളരെ ഗുരുതരമായിട്ടുള്ള പരാതിയാണ് യുവനടി നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിനിമാ സെറ്റിൽ വെച്ച് യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അദ്ദേഹത്തെ നാടകീയമായി പോലീസ് അറസ്റ്റ് ചെയ്തത്. അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, സംവിധായകൻ രഞ്ജിത്ത് റിമാൻഡിലായിരിക്കുകയാണ്. ശ്രദ്ധിച്ചിട്ടോടാ അശ്വതി, കേൾക്കുന്നുണ്ടോ? ലിജിൻ, ഇപ്പോൾ രഞ്ജിത്തിനെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. കേൾക്കുന്നുണ്ടോ ലിജിൻ? ഹലോ, പറഞ്ഞോളൂ അശ്വതി, പറഞ്ഞോളൂ. ഹലോ ലിജിൻ, ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്ന്, തൃപ്പൂണിത്തുറയിലാണ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്ന് രഞ്ജിത്തിനെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. വലിയൊരു പോലീസ് വ്യൂഹം തന്നെ രഞ്ജിത്തിന് ഒപ്പം ഉണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അല്പം മുൻപാണ് ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. 14 ദിവസത്തെ റിമാൻഡാണ് ഉള്ളത്. എന്തായാലും കാക്കനാട് ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഇനി പോലീസ് കസ്റ്റഡിയിലേക്ക് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് ഈ ഘട്ടത്തിൽ വിട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത കുറവുണ്ട്. എന്തായാലും നിലവിൽ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്ന് രഞ്ജിത്തിനെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. വളരെ വേഗത്തിൽ തന്നെ, വസതിയിലായതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഇത്തരത്തിൽ കാര്യങ്ങൾ, നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. രഞ്ജിത്തിന്റെ വക്കീൽ അടക്കം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റിന് താഴെയാണ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ എത്തിച്ച് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. എന്തായാലും അദ്ദേഹത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. നിലവിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുൻപിൽ രാവിലെ തന്നെ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ലിജിൻ, ശരി. എന്തായാലും രഞ്ജിത്ത് റിമാൻഡിലായിരിക്കുകയാണ്. രഞ്ജിത്തിനെതിരെ ഇത് 3ാമത്തെ പീഡന പരാതിയാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. നേരത്തെ സമാനമായ 2 കേസുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഒരു നടി തന്നോട് രഞ്ജിത്ത് ലൈംഗിക അതിക്രമം നടത്തിയെന്നും മറ്റൊരു യുവാവ് ഇത്തരത്തിലൊരു പരാതിയും ഒക്കെ ആയിട്ട് വന്നിരുന്നു. ഇത് 3ാമത്തെ പരാതിയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രഞ്ജിത്ത് റിമാൻഡിലായിരിക്കുന്നത്. അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്.